ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. തപോവനം ശ്രീ ദക്ഷിണാമൂർത്തി നവഗ്രഹ ശിവക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി 9 മുതൽ 19 വരെ കനകമല വട്ടേക്കാട് തപോവനം ആശ്രമത്തിൽ വെച്ച് വളരെ ശ്രേഷ്ഠമായ അതിരുദ്ര മഹായാഗം നടത്തപ്പെട്ടു. കർമ്മം കൊണ്ട് പ്രാവീണ്യം നേടിയ ഗുരുനാഥൻ സർവശ്രീ അശ്വിനി ദേവ് തന്ത്രിയാണ് അതിരുദ്ര മഹായാഗത്തിന്റെ യജമാനൻ. കൂടാതെ അന്നേ ദിവസം അശ്വിനി ദേവ് തന്ത്രികൾക്ക് ഭാരതത്തിലെ വിവിധ പുണ്യസ്ഥലങ്ങളിലെ തന്ത്രികളെ ഉൾപ്പെടുത്തി അതിരുദ്ര മഹായാഗം നടത്തിയതിന്റെ വേൾഡ് റെക്കോർഡും കരസ്ഥമാക്കി. തപോവനം ശ്രീ ദക്ഷിണാമൂർത്തി വിദ്യാപീഠം നവഗ്രഹ ശിവക്ഷേത്രത്തിൽ 11 വർഷം തുടർച്ചയായ മഹാരുദ്രയാഗം നടത്തിയതിനു ശേഷമാണ് അതിരുദ്ര മഹായാഗത്തിന് വേദിയൊരുങ്ങിയത്. പെരുമ്പടപ്പ് മന ഹൃഷികേശൻ സ്വാമിയാച്ചിപ്പാടാണ് അതിരുദ്ര മഹായാഗത്തിന്റെ ആചാര്യൻ. കൂടാതെ ഗുരുവായൂർ, ശബരിമല, കാശി, രാമേശ്വരം, മൂകാംബിക, തിരുപ്പതി തുടങ്ങിയ ഭാരതത്തിലെ പ്രധാന മഹാക്ഷേത്രത്തിലെ ആചാര്യന്മാരും 1121 വേദപണ്ഡിതരും 11 ദിവസം നീണ്ടുനിന്ന യാഗത്തിൽ വിവിധ കലാകായിക രാഷ്ട്രീയ വ്യക്തിത്വങ്ങളും പങ്കെടുത്തിരുന്നു. കൊറോണ വൈറസ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രകൃതി സംരക്ഷണത്തെയും സമാധാനത്തെയും ലോകശാന്തിയെയും സാഹോദര്യത്തെയും ഐക്യത്തെയും നിലനിർത്തുവാൻ വേണ്ടിയാണ് അതിരുദ്ര മഹായാഗം നടത്തപ്പെട്ടത്. യാഗത്തിന്റെ യജമാനൻ അശ്വിനി ദേവ് തന്ത്രികൾ തനിക്ക് ലഭിച്ച വേൾഡ് റെക്കോർഡിന്റെ സന്തോഷം പങ്കുവെക്കുകയും യാഗത്തിൽ 1000-ലധികം പേർ കലശങ്ങൾ മഹാദേവന് സമർപ്പിച്ചതിനെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ഈ ഒരു കാലത്ത് വേദത്തിന് വേണ്ടി മാത്രം വേദങ്ങളെ ഉപാസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആചാര്യന്മാർ നമുക്ക് ഉണ്ട്. പക്ഷെ അവരാരും റെക്കോർഡിന് വേണ്ടിയോ അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്തതുകൊണ്ട് ആരും ഈ പൊതുവായിട്ടുള്ള മീഡിയയുടെ മുൻപിലോ ഒന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കാലങ്ങളായിക്കൊണ്ട് ചെറുപ്പം മുതലേ വേദങ്ങൾക്കും യാഗങ്ങൾക്കും വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ച് അതിനുവേണ്ടി ഉപാസിച്ചുകൊണ്ട് ആ ഒരു അനുഷ്ഠാനത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് ജീവിതം വരെ മാറ്റിവെച്ച് ജീവിക്കുന്ന ഒരുപാട് ആചാര്യന്മാർ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 2001 കാലഘട്ടം മുതൽ മറുവാഞ്ചേരി ശിവക്ഷേത്രത്തിൽ ചെന്ന നാൾ മുതൽ നിത്യം ശ്രീരുദ്രം ജപിക്കും. കൂടാതെ 2004 മുതൽ പരമാവധി ഒരു മാസത്തിലൊരു 25 തവണയെങ്കിലും ശ്രീരുദ്രം യജനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. നിത്യം ഒരു ചെറിയൊരു യജനം മാത്രം. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് നമ്മളൊക്കെ അതിൻ്റെ ഒരു ചെറിയൊരു അംശം മാത്രമേ ചെയ്യുന്നുള്ളൂ. ആകെ കൂടി എന്ന് പറഞ്ഞാൽ ഒരു 1000-ലധികം പേർക്ക് ഇത് നമ്മളുടെ ശാസ്ത്രങ്ങളെ ഉപകരിക്കുവാനായിട്ട് ഞാൻ മീഡിയയിൽ കൂടി ആണെങ്കിൽ കൂടി നവമാധ്യമങ്ങളിൽ കൂടി ആണെങ്കിൽ കൂടി ഒരു ക്ലാസ് നടത്തുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് പറയത്തക്കതായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു റെക്കോർഡ് എന്നെക്കാളും ഉപരിയായി ഇത് സ്വീകരിക്കാൻ അർഹതയുള്ള ഒരുപാട് ആചാര്യന്മാർ ഈ കേരളത്തിലുണ്ട്. അപ്പോൾ പക്ഷേ ഇപ്പോൾ 1000-ലധികം പേര് ഒരുമിച്ച് ഈ വേദമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ഈ 11 ദിവസത്തെ 11 ഹോമകുണ്ഡങ്ങളിലായിക്കൊണ്ട് 11 ആവർത്തി ശ്രീരുദ്രം ജപിച്ച് അവസാനിക്കുന്ന ഈ ഒരു വേളയിൽ 1000-ലധികം പേര് ഋഗ്വേദ സൂക്തത്തെ ജപിച്ച് അതൊരു വേൾഡ് റെക്കോർഡ് ആക്കുന്നതിനേക്കാളും ഉപരിയായിട്ട് മഹാദേവൻ്റെ ഒരു അനുഗ്രഹം. കൂടാതെ ഇത് പ്രചോദനമായിക്കൊണ്ട് നമ്മളുടെ സനാതന ധർമ്മ സംസ്കാരത്തിലെ വേദങ്ങളിൽ പറയുന്ന തത്വമസി, പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ, ഇത്തരത്തിലുള്ള വേദവാക്യങ്ങളെ മുഴുവൻ, ഈ ആപ്തവാക്യങ്ങളെല്ലാം എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും ഈശ്വരനാണ്, ബ്രഹ്മതത്വമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പരസ്പര സ്നേഹത്തോടെ പരസ്പരമായിട്ടുള്ള ബഹുമാനത്തോടെ എല്ലാവരും ജീവിച്ചാൽ ഈ മറ്റുള്ള നമ്മുടെ പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ഉപനിഷത്തുകൾ, മറ്റ് ശാസ്ത്രങ്ങളെല്ലാം പഠിച്ച് അതിലൊക്കെ പറയുന്ന സമർപ്പണ ബുദ്ധിയോട്
കൂടി തന്നെ സമത്വ മനോഭാവത്തെ കണക്കാക്കി എല്ലാവരും മനുഷ്യത്വത്തോടു കൂടി സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന ഒരു വരും തലമുറയെ വാർത്തെടുക്കുവാൻ ഇതൊരു പ്രചോദനമാകുമെങ്കിൽ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഈ ഒരു ദിനത്തിലെ സന്ദേശം. വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു യാഗമായിരുന്നു അതിരുദ്ര മഹായാഗം. യാഗത്തിൽ പങ്കെടുത്തിരുന്ന ആചാര്യന്മാരെക്കുറിച്ചും യാഗത്തിന് തിരഞ്ഞെടുത്ത സ്ഥലത്തെക്കുറിച്ചും ബ്രഹ്മശ്രീ ഡോക്ടർ വിനീത് ഭട്ട് സംസാരിച്ചു. ശരിക്കും യാഗങ്ങൾ നടക്കേണ്ടത് ഇതുപോലുള്ള മലകളുടെ മുകളിലോ അല്ലെങ്കിൽ വയലുള്ള സ്ഥലത്തോ ജലമുള്ള സ്ഥലത്തോ ഒക്കെ ആവണമെന്നാണ്. നമ്മൾ ജനവാസ കേന്ദ്രമായ ഒരു സിറ്റിയിലോ ടൗണിലോ ഒന്നും കൊണ്ടുപോയി യാഗം നടത്താൻ നിയമമില്ല. കാരണം യാഗത്തിൻ്റെ ഒരു നിയമം തന്നെ അരണി കടഞ്ഞിട്ടാണ് അഗ്നി ഉണ്ടാക്കുക. അരണി കടയുക എന്ന് വെച്ചാൽ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് നടക്കേണ്ട ഒരു കർമ്മമാണല്ലോ. യജമാനൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എല്ലാ ജാതിയിലെയും പൂജാരിമാരെ കൊണ്ട് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ട് നായാടി മുതൽ നമ്പൂതിരി വരെയാണ്, പക്ഷെ നായാടി മുതൽ സോമയാജിപ്പാട് വരെ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഞങ്ങളിവിടെ യാഗം ചെയ്തു. ധീവരസഭയിലും KPMSലും NSSലും SNDPയിലും അതുപോലെ തന്നെ വിശ്വകർമ്മചരിലും നമ്പൂതിരി, ശർമ്മ, അയ്യർ, അയ്യങ്കാർ, ഭട്ട്, പട്ടര് തുടങ്ങിയിട്ടുള്ള എല്ലാ വിഭാഗങ്ങളിലെയും പൂജാരിമാരെ ഒരു കുടക്കീഴിലാക്കി 11 ഹോമകുണ്ടങ്ങളിലായി 121 ആചാര്യന്മാരെ അണിനിരത്തിയിട്ടാണ് നമ്മൾ 11 ദിവസമായിട്ട് അതിരുദ്രം ചെയ്തത്. ഇവിടുത്തെ യജമാനാവട്ടെ 11 വർഷം രുദ്രയാഗം നടത്തിയിട്ട് 12ാമത്തെ യാഗമാണ് ഇവിടെ അതിരുദ്രമായിട്ട് ചെയ്തത്. സോമയാജിപ്പാടിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് തന്നെയാണ് അത് ചെയ്യാൻ പറ്റിയത്. കാരണം സോമയാജിപ്പാട് ഫാമിലി അരണി കടഞ്ഞ് അഗ്നി കൊടുത്താൽ മാത്രമേ ഇദ്ദേഹത്തിന് ഇവിടെ യാഗം ചെയ്യുവാൻ അവകാശമുള്ളൂ. യാഗത്തിൽ നിരവധി കലാകായിക രാഷ്ട്രീയ രംഗത്തുള്ള വ്യക്തിത്വങ്ങളും പങ്കെടുത്തിരുന്നു. യാഗത്തിന്റെ അവസാന ദിവസം ചാലക്കുടി MLA അനിൽകുമാർ ജോസഫ് യാഗത്തിൽ പങ്കുചേരുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു. ഈ യാഗം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇപ്പോൾ ദിനേശേട്ടനെ പോലുള്ള ആളുകൾ സംഘാടക സമിതിയുടെ കൺവീനറായിട്ട് കഴിഞ്ഞ 2-3 മാസക്കാലമായിട്ടുള്ള ഒരു മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അതിരുദ്ര മഹായാഗം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. തീർച്ചയായിട്ടും ചാലക്കുടിയുടെ MLA എന്നുള്ള രീതിയിൽ വലിയ അഭിമാനവും സന്തോഷവും ഈ അവസരത്തിലുണ്ട്. കാരണം കഴിഞ്ഞ 11 ദിവസമായി ലോക സമാധാനത്തിനും നാടിൻ്റെ ഐശ്വര്യത്തിനും ഒക്കെ വേണ്ടി ഈ അതിരുദ്ര മഹായാഗം വളരെ റയറായിട്ടാണ് ഇത്തരത്തിലുള്ള യാഗം ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇവിടെ വിനീത് ഭട്ടുണ്ട്, ദിനേശേട്ടനുണ്ട്, അതുപോലെ തന്നെ ഭാസ്കര ആചാര്യർ അടക്കം നിരവധി ഒരു വലിയ സാമൂഹ്യ നവോത്ഥാനമാണ്. കാരണം സാധാരണയുള്ള യാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 350-ലേറെ പല തരത്തിലുള്ള യാഗാചാര്യന്മാർ ഉൾപ്പെടെ പങ്കെടുത്ത വളരെ അപൂർവമായി സംഘടിപ്പിക്കുന്ന ഒരു മഹായാഗമാണ് ഇവിടെ സംഘടിപ്പിച്ചത്. പ്രത്യേകിച്ച് ഈ കോടശ്ശേരി മലയുടെ താഴ്വാരത്ത് ഇത് ഏറ്റവും റെക്കോർഡായിട്ടാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടുള്ളത്. അപ്പോൾ വലിയ സന്തോഷവും അഭിമാനവും ഈ കാര്യത്തിലുണ്ട്. കൂടാതെ യൂറോപ്പിൽ 50ഓളം യാഗങ്ങൾ നടത്തിയ സ്റ്റീഫൻ മൈക്കിൾ യാഗത്തിൽ പങ്കുചേർന്നു. ഒരുപാട് തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത സുനിൽദാസ് സ്വാമികളും യാഗത്തിന് ആശംസകൾ അറിയിച്ചു. ഈ ലോക സമാധാനത്തിനായി കൊടകരയിൽ നടത്തുന്ന അതിരുദ്ര മഹായജ്ഞം ലോകാസമസ്ത സുഖിനോഭവന്തമാണ്. അത് യൂറോപ്പിലെ 50ഓളം യജ്ഞം നടത്തിയ സ്റ്റീഫൻ മൈക്കിൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. ത്രയംബകം. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർധനം ഉർവാഹ ഋഗ്ഭിക്ഖപഞ്ചനാഹ മൃത്യോഃ ഭുക്ഷ്യമാമൃതത്. ഓം ഭൂർഭുവസ്സുവഃ തത്സവിതുർവരെണ്യം
भार्गो देवस्य धीमहि धियो यो नः प्रचोदयात् लोकस्ताः सुखिनो भवन्तु लोकाः समस्ताः सुखिनो भवन्तु लोकाः समस्ताः सुखिनो भवन्तु ॐ शान्ति शान्ति शान्तिः. അന്താരാഷ്ട്ര ധർമ്മസേവകനും പാലക്കാട് ശിവ ഫൗണ്ടേഷന്റെ പ്രസിഡന്റുമായ ഹിസ് ഹൈനസ് സ്വാമി പ്രഭാകരാനന്ദ സരസ്വതികൾ യാഗത്തിന്റെ പ്രത്യേകതകളും പ്രാധാന്യവും വിവരിച്ചു. പരമപൂജനീയനായ പരമേശ്വരാനന്ദ സരസ്വതി മഹാരാജിൻ്റെ നേരിട്ടുള്ള ശിഷ്യനായ അശ്വിൻ തന്ത്രി തിരുമേനി 270-ലധികം ക്ഷേത്രങ്ങളുടെ തന്ത്രിയാണ്, സംസ്കൃത പണ്ഡിതനാണ്. വൈദികവും താന്ത്രികവും കലർത്തി വിവിധ ആചാര്യന്മാരിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു മഹാത്മാവാണ്. 43 ദിവസങ്ങൾ കൊണ്ട് ഒരു നവഗ്രഹ ദക്ഷിണാമൂർത്തി ക്ഷേത്രം സ്നേഹനിധിയായ യേശുദാസേട്ടൻ അടിക്കൽ ഇട്ടുകൊണ്ട് ദക്ഷിണാമൂർത്തി മാമ അനുഗ്രഹിച്ച ആ ക്ഷേത്രം പൂർത്തീകരിച്ച് ദക്ഷിണാമൂർത്തിയെ ഉപാസിച്ച് വരുന്നതിൻ്റെ ഭാഗമായി 11 വർഷങ്ങൾ അദ്ദേഹം രുദ്രമഹായജ്ഞം നടത്തി. ആ രുദ്രമഹായജ്ഞം പൂർത്തീകരിച്ചതിൻ്റെ ഭാഗമായി 12-ാം വർഷത്തെ വലിയ ആഘോഷ പരിപാടികളായി കൊറോണ വൈറസ് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രകൃതി സംരക്ഷണത്തെയും ലോകശാന്തിയെയും സമാധാനത്തെയും സമത്വത്തെയും സാഹോദര്യത്തെയും ജീവരാശികളുടെ ഐക്യത്തെയും നിലനിർത്തുവാൻ വേണ്ടിയിട്ടാണ് അതിരുദ്ര മഹായജ്ഞം എന്ന മഹത്തായ ചടങ്ങ് പദ്ധതിയിട്ട് ബ്രഹ്മശ്രീ പെരുമ്പടപ്പ് സോമയാജിപ്പാട് ഋഷികേശൻ തിരുമേനിയുടെ അനുവാദം വാങ്ങി 11 ദിവസങ്ങളിലായി 11 യാഗകുണ്ടങ്ങളിൽ 11 പ്രാവശ്യം ഓരോ കുണ്ടങ്ങളിലും 11 പേർ എന്ന കണക്കിൽ നടത്തിയത് കേരള ചരിത്രത്തിൽ ഏറ്റവും വലിയ വിശേഷത എന്നത് ഇതുവരെ ഒരു തിരുമേനി ശ്രേഷ്ഠന്മാരും എല്ലാ വിഭാഗത്തിലുമുള്ള ശാന്തിക്കാരെയും വൈദികരെയും ചേർത്തുകൊണ്ട് യാഗം ഇതുവരെ നടത്തിയിട്ടേയില്ല. അത് അശ്വിൻ തന്ത്രിക്ക് മാത്രം ലഭിച്ച ഒരു സൗഭാഗ്യമാണ്. അതിന് സോമയാജിപ്പാടിൻ്റെ പരിപൂർണമായ അനുജ്ഞയും അനുവാദവും അനുഗ്രഹവും നിഷ്ഠയും ഭക്തിയും ശ്രദ്ധയും ഉണ്ടായി എന്നുള്ളത് സൗഭാഗ്യമുള്ള കാര്യമാണ്.